മുഗൾ ഭരണത്തിന്റെ ചരിത്രശേഷിപ്പായി നിലകൊള്ളുന്ന ഡൽഹിയിലെ ചെങ്കോട്ടയിൽ അവകാശമുന്നയിച്ചുള്ള കുടുംബത്തിന്റെ ഹർജി തള്ളിയിരിക്കുകയാണ് ഡൽഹി ഹൈക്കോടതി. അവസാന മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ സഫർ രണ്ടാമന്റെ പിന്മുറക്കാരാണ് അവകാശവാദവുമായി കോടതിയെ സമീപിച്ചത്. 1857 സഫറിനെ നാടുകടത്തിയ ശേഷം ബ്രിട്ടീഷുകാർ തട്ടിയെടുത്തതാണ് കോട്ടയെന്നും സ്വാതന്ത്ര്യത്തിന് ശേഷം കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ നിയന്ത്രണം കൈയാളുന്നതെന്നും ഹർജിയിൽ പറയുന്നു. കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുന്ന അനന്തരാവകാശികൾക്ക് ചെങ്കോട്ട കൈമാറാനോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകാനോ കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടത്. ബഹദൂർ ഷാ സഫറിന്റെ 1980 മരിച്ച കൊച്ചുമകൻ മീർസ ബിദർ ബക്തിന്റെ വിധവ സുൽത്താന ബീഗമാണ് ചെങ്കോട്ടയിൽ അവകാശമുന്നയിച്ച് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. 2021 ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെയായിരുന്നു ഹർജി. എന്നാൽ 1.5 നൂറ്റാണ്ട് കഴിഞ്ഞുള്ള അവകാശവാദങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വിഭു ബക്രുവും ജസ്റ്റിസ് തുഷാർ റാവു ഗഡേലയും അംഗങ്ങളായ ബെഞ്ച് വ്യക്തമാക്കി. ഇപ്പോൾ കൊൽക്കത്ത ഹൗറയിലെ ഒരു ചേരിയിലാണ് സുൽത്താനയും മക്കളും കഴിയുന്നത്. കടുത്ത സാമ്പത്തിക പരാധീനതയിൽ കഴിയുന്ന തന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ തിരിച്ചറിഞ്ഞ് കേന്ദ്ര സർക്കാർ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് 2021 ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതെന്നാണ് അവർ ഇന്ത്യൻ എക്സ്പ്രസിനോട് പ്രതികരിച്ചത്. 1920 പഴയ ബർമയിലെ റംഗൂണിൽ ജനിച്ച ഇവരുടെ ഭർത്താവ് പിന്നീട് ഇന്ത്യയിലെത്തിയിരുന്നു. കൊൽക്കത്തയിലെ തൽത്താലയിലായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. കൃത്യമായ വരുമാന മാർഗമൊന്നും ഇല്ലായിരുന്ന കുടുംബം കേന്ദ്ര സർക്കാരിൽ നിന്നും ഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ ട്രസ്റ്റിൽ നിന്നും ലഭിച്ചിരുന്ന പെൻഷൻ തുക കൊണ്ടാണ് കഴിഞ്ഞിരുന്നത്. 1980 ഭർത്താവ് മരിച്ച ശേഷം കുട്ടികളുമായി സുൽത്താന ബീഗം ഹൗറയിലേക്ക് താമസം മാറി. പിന്നീട് സുൽത്താനയായിരുന്നു കുടുംബത്തിന്റെ ഏക ആശ്രയം. ചായക്കട നടത്തിയും വള നിർമ്മിച്ചുമെല്ലാമായിരുന്നു മക്കളെ നോക്കിയത്. ഇപ്പോൾ പ്രായമാകുകയും ശാരീരിക അവശതകൾ കാരണം കിടപ്പിലാണെന്നും സുൽത്താന ചൂണ്ടിക്കാട്ടി. ബഹദൂർ ഷാ സഫറിന്റെ അനന്തരാവകാശികൾ എന്ന നിലയ്ക്ക് നിസാമുദ്ദീൻ ട്രസ്റ്റ് നൽകി വരുന്ന 6000 രൂപയുടെ പെൻഷൻ കൊണ്ടാണ് തങ്ങൾ ദൈനംദിന ജീവിതം ഉന്തി നീക്കുന്നതെന്നും അവർ തുടർന്നു. 5 പെൺമക്കളും ഒരാണുമാണ് എനിക്കുള്ളത്. മുതിർന്നവൾ 2022 മരിച്ചു. മക്കൾക്കൊന്നും പഠിക്കാനുള്ള അവസരം ലഭിച്ചിട്ടില്ല. ഒരാൾക്കും സ്കൂൾ പഠനം പൂർത്തിയാക്കാനായിട്ടില്ല. കടുത്ത ദാരിദ്ര്യത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്, സുൽത്താന കുടുംബത്തിന്റെ ദൈന്യത വിവരിച്ചു. 1836 മുതൽ 1857 വരെ മുഗൾ ചക്രവർത്തിയായിരുന്നു ബഹദൂർ ഷാ സഫർ രണ്ടാമൻ. 1857 ശിപ്പായി ലഹളയ്ക്ക് പിന്തുണ നൽകിയെന്ന് കാണിച്ച് അദ്ദേഹത്തെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്ത് ബർമയിലേക്ക് നാടുകടത്തി. ഇതോടെ ഇന്ത്യയിൽ മുഗൾ ഭരണത്തിനും അന്ത്യം കുറിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ നിയമവിരുദ്ധമായി പിടിച്ചെടുത്ത ചെങ്കോട്ടയുടെ നിയമപരമായ അവകാശികൾ എന്ന നിലയ്ക്ക് ഇത് വിട്ടു നൽകണമെന്നാണ് 2021 ഹർജിയിൽ സുൽത്താന ചൂണ്ടിക്കാട്ടിയത്. ഇല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകണമെന്നും അവർ ആവശ്യപ്പെട്ടു. എന്നാൽ 164 വർഷം കഴിഞ്ഞുള്ള നിയമ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് ഹർജി പരിഗണിച്ച ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് രേഖാപള്ളി വ്യക്തമാക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബഹദൂർ ഷാ സഫറിൽ നിന്ന് നിയമവിരുദ്ധമായി തട്ടിയെടുത്തതാണ് ചെങ്കോട്ട എന്ന വസ്തുത അംഗീകരിച്ചാലും ഇത്രയും ഇടവേളയ്ക്ക് ശേഷമുള്ള റിട്ട് ഹർജി അംഗീകരിക്കാനാകില്ലെന്ന് ജഡ്ജി അറിയിച്ചു. ഇത്രയും കാലം ഇത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യം അനന്തരാവകാശികൾക്ക് അറിയാമായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ഈ വിധിക്കെതിരെയാണ് ഇക്കഴിഞ്ഞ നവംബറിൽ സുൽത്താന ബീഗം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. കേന്ദ്ര സർക്കാർ നിയമവിരുദ്ധമായാണ് ചെങ്കോട്ട കയ്യിൽ വെച്ചിരിക്കുന്നതെന്നും തങ്ങളുടെ പൂർവിക സ്വത്താണിതെന്നും ഹർജിയിൽ അവർ ചൂണ്ടിക്കാട്ടി. സർക്കാർ ചെങ്കോട്ട വിട്ടു നൽകുകയോ അല്ലെങ്കിൽ നഷ്ടപരിഹാരം നൽകുകയോ ചെയ്തില്ലെങ്കിൽ അത് തങ്ങളുടെ മൗലികാവകാശത്തിന്റെയും ഭരണഘടനാ അവകാശത്തിന്റെയും ലംഘനമാണെന്നും ഹർജിയിൽ വാദിച്ചു. എന്നാൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി ശരിവെച്ച് ഹർജി ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ തള്ളിയിരിക്കുകയാണ്.